ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മിക്കവാറും ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലെ പ്രഭാത കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിലൊരു കിളി സ്ഥിരമായിട്ട് വരും, ഓലയിഞ്ഞാലി. അവൾക്ക് ഞാനിങ്ങനെ ജനലിൻ്റെ അടുത്ത് മിക്സ്ചറും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കും. എല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പം 3 കുഞ്ഞുങ്ങളുണ്ട്. അതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന തിരക്കാണ്. ഇതായിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ. അതുങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കും എപ്പോഴും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അവൾക്ക് കൊടുക്കുന്നതിൻ്റെ ബാക്കി ഞാൻ കുറച്ചൊക്കെ എടുത്ത് മതിലേക്ക് കൊണ്ടിങ്ങനെ വെക്കും. തൊട്ടപ്പുറത്ത് മതിലുണ്ട്, ആ മതിലിൽ. അപ്പോൾ അവിടെ വേണ്ട കരിയിലക്കിളി അങ്ങനെയുള്ള കിളികളൊക്കെ രാവിലെ വന്നിരുന്ന് അതെല്ലാം കൊത്തിപ്പെറുക്കും. പിന്നെ വേറെ നമ്മുടെ കറുപ്പും വെള്ളയും കൂടെയുള്ളൊരു ഗോപാലൻ കിളി എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്, വണ്ണാത്തിപ്പുള്ളെന്ന് പറയും. അത് വരും. അങ്ങനെ ഒരുപാട് കിളികൾ വരും. അപ്പം അവിടെ ചിലയും ബഹളവും തീറ്റിയൊക്കെ കാണാൻ നല്ല രസമാണ്. അതിങ്ങനെ കണ്ടിരിക്കും രാവിലെ കുറച്ച് നേരം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. ഒരു രസമായത്. അപ്പോൾ ഇന്ന് രാവിലെ മോന് പോകണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ്, എളുപ്പത്തിലൊരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. ഒരുപാടൊന്നും വേണ്ട, ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതി. എന്നിട്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും മറ്റേ സ്റ്റാറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചത് കൂടി ഇട്ട് ഒന്ന് ശകലം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. നല്ലപോലെ വഴന്ന് വരണം. ആ സമയത്ത് ഞാൻ അതിന് സൈഡായിട്ട് ഒരു സോയാ ചങ്ക്സ് റോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തില്ല. റോസ്റ്റ് ചെയ്ത് ഇത് ലാസ്റ്റാണ് കാണിക്കുന്നത്. അതിൻ്റെ മസാലയൊക്കെ ചേർത്തതിന് ശേഷം റോസ്റ്റായിരിക്കുന്ന ഇതാണ്. റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ് സോയ. അപ്പം എന്നാലും സോയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രാവിലെ. പിന്നെ വീണ്ടും നമ്മുടെ ഇത് ഒന്ന് വഴന്ന് വന്നു. നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോഴത്തേനും ഒരു കപ്പോളം, 1 കപ്പില്ല, 1 കപ്പിൽ താഴെയുള്ള അരി എടുത്തിട്ടുള്ളൂ ഞാൻ. കൈമ റൈസ് എന്ന് പറയുന്ന ജീരകശാല അങ്ങനെ എന്തോ അതിന് പറയുന്നത്. അതെ, കൈമ റൈസ്. ചെറിയ അരി, നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ട് അതിന്. നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ അത് ഞാൻ മേടിക്കാറുണ്ട് മിക്കവാറും. അപ്പോൾ അത് എല്ലാം വെള്ളത്തിലിട്ട് കഴുകി തോർത്തി വെച്ചിരുന്നു. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആക്കണം. അതിനുശേഷം ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനത്തെ കണക്കിലൊന്നും അല്ല എടുക്കുന്നത്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ചോറിനും കഷ്ണങ്ങൾക്കുമൊക്കെ വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പറയും 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് പെർഫെക്റ്റ് ആവുമായിരിക്കും. പക്ഷേ അങ്ങനത്തെ കണക്കിലെടുക്കാറില്ല. നമുക്കിപ്പോൾ അരി എത്രയാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ അരിയുടെ ഈ പച്ചക്കറി കഷ്ണങ്ങളുടെയും തൊട്ട് മുകളിൽ നിൽക്കത്തക്ക ആ ലെവലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് അരിയില്ല, ഒരു 3/4 കപ്പോളം അരിയേ ഉള്ളൂ. പിന്നെ പച്ചക്കറി കഷ്ണമുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് ഞാനിത് കാണിക്കാം. ഇത് വിസിലടിച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത് കാണിക്കാം. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒരു 1/2 കപ്പ്, അതിന് മുകളിലൊരു ശകലം കൂടെ, അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. ഇങ്ങനെ നിൽക്കണം ആ കഷ്ണത്തിൻ്റെയും ആ അരിയുടെയും തൊട്ട് മുകളിലായിട്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ, ഒരു വിസിൽ ആദ്യം അടിച്ചു കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് തീ കുറച്ചങ്ങിടും. സിമ്മിലിട്ട് അതിനകത്ത് ഇരുന്ന് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ തീ കൂട്ടിയിട്ട് അടുത്ത വിസിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവൾ വരുന്നുണ്ട്, നമ്മുടെ മണിക്കുട്ടി. ഞാൻ ഓരോ പേരും വിളിക്കും. അവൾ വന്നിരുന്ന് കൊത്തിപ്പെറുക്കുക. അവിടെ മക്കൾക്ക് കൊടുക്കണ്ടായി, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. വെള്ളമെല്ലാം വറ്റി കുക്കർ തുറന്നപ്പോൾ 2 വിസിലേ അടിച്ചിട്ടുള്ളൂ. കുഴയത്തൊന്നുമില്ല. നമുക്കിപ്പോൾ തോന്നുന്നത് കുഴഞ്ഞിരിക്കുക ഒന്നുമില്ല. കയ്യാലൊട്ടാതെ നല്ല ഒന്നായിട്ടിരിക്കും ചോറ്. നല്ല ടേസ്റ്റുമാണ്. ഇന്ന് ഞാൻ അതിന് സ്പെഷ്യലായിട്ട് കുറച്ച് പനീർ ഇരുന്നു. അപ്പോൾ അത് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് നെയ്ക്കകത്തൊന്ന് വരട്ടിയിട്ട് അതിൽ കുറച്ച് മസാലപ്പൊടി ഉപ്പുമൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. രാവിലെ ഇന്ന് പൂരിയായിരുന്നു. അപ്പോൾ അവന് ഇതിൻ്റെ കൂടെ ഇഷ്ടമാണ് പൂരിയും നമ്മുടെ സോയാ ചങ്ക്സും കൂടെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ പൂരി ആകട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഒരു 3-4 പൂരി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതും സോയയും കൂടെ അവന് കൊടുത്തു വിട്ടു രാവിലെ കഴിക്കാൻ. പിന്നെ ഉച്ചക്കലത്തേക്ക് സോയയും നമ്മുടെ ഈ ഫ്രൈഡ് റൈസുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ